സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയ മൈക്ക് വാങ്ങിച്ചു. അപ്പോൾ ഈ മൈക്ക് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് പേര് ഇത് ഏത് മൈക്കാണ്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മളൊരു വീഡിയോ ഓൾറെഡി ഇട്ടായിരുന്നു, പക്ഷേ അത് അധികം അങ്ങോട്ട് ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യാൻ കരുതി. ഇതെന്ന് പറഞ്ഞാൽ ഹോളിലാൻഡ് ലാർക്ക് M2 എന്ന് പറഞ്ഞിട്ട് മൈക്കാണ്. ഇതാണ് എൻ്റെ ചാർജിങ് കേസ്. ഈ കേസിനകത്താണ് മൈക്ക് വരുന്നത്. ഇത് ഒരു മൈക്ക്, അതുപോലത്തെ രണ്ടാമത് വേറൊരു ഐറ്റം കൂടി വരുന്നുണ്ട്. 2 മൈക്ക് വരുന്നുണ്ട്. നമുക്കിപ്പോൾ 2 പേര് ചേർന്നുള്ള കോൺവെർസേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ആ മൈക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാനിത് വാങ്ങിയത് കോംബോ ആയിട്ടുള്ള പാക്കാണ്. അതായത് ഐഫോൺ, ആൻഡ്രോയിഡ്, DSLR ക്യാമറ, ഈ മൂന്നിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് വാങ്ങിയത്. ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ അഡാപ്റ്ററാണ്. ഇതുപോലെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിനകത്തും ഐഫോണിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് 2 വീതം കിട്ടുന്നുണ്ട്. ഞാനത് ഓൾറെഡി ഫോണിനകത്ത് കണക്ട് ചെയ്തേക്കുന്നത് കൊണ്ടാണ് അത് കാണിച്ചു തരാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇത് അത്രയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിത് ചാർജിങ് കേസാണ്. ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഇതിനകത്ത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. ഈ കേൾക്കുന്നതാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഓഫാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് നീല മാറി പച്ചയാവും. പച്ചയായി കഴിഞ്ഞാൽ ഇതാണ് നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കി. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ നോയ്സ് അതൊക്കെ വളരെ കുറവായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് അറിയില്ല. അപ്പോൾ ഇത് ഞാൻ അടുത്തേക്ക് പിടിച്ച് സംസാരിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് ദൂരേക്ക് പിടിക്കുമ്പോൾ ഈ രീതിക്ക് പോകും. നമ്മൾ ഷർട്ടിലൊക്കെ പ്രിൻറ്റ് ചെയ്ത സമയത്ത് ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം വളരെ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് ഏകദേശം 13 രൂപയ്ക്കും 14 രൂപയ്ക്കും ഇടയിലാണ് വില വരുന്നത്. വില അങ്ങോട്ട് ഇങ്ങോട്ട് ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായൊരു പ്രൈസ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസം 10-200 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ ഏകദേശം 14,000 രൂപയോളം വിലയായി. ഈ കേൾക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി. നിങ്ങൾക്കിപ്പോൾ റോഡിൻ്റെയൊക്കെ 10-30,000 രൂപ വിലയുള്ള മൈക്കുകളുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഏകദേശം ഒരു 10-15 രൂപയ്ക്ക് അകത്തുള്ള ഒരു മൈക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പരിഗണിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഐഫോണിലോ അല്ലെങ്കിൽ ഈ ക്യാമറയിലോ കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ വേണ്ട, പകരം Type-C കണക്ടർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 3,000 രൂപ വരെ കുറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ അത് വാങ്ങിയാലും മതി. നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഭാവിയിൽ ഒരു ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററും കൂടി വരുന്നൊരു കോംബോ പാക്ക് വാങ്ങിയത്. നിങ്ങൾക്കിപ്പോൾ ക്യാമറയൊന്നും എടുക്കാൻ ഉദ്ദേശമില്ല, നിങ്ങളിപ്പോൾ ഫോണിൽ മാത്രമാണ്, ഐഫോണിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മാത്രം അഡാപ്റ്റർ ഉള്ളത് കിട്ടും. ഇപ്പോൾ പുതിയ ഐഫോണൊക്കെ ആണെങ്കിൽ Type-C തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയാൽ മതി. നിങ്ങളിത് വാങ്ങേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ക്യാമറ വാങ്ങേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇത്രയും വിലയ്ക്കുള്ളത് വാങ്ങിയത്. നിങ്ങൾ സാധാരണയാണ് വാങ്ങുന്നതെങ്കിൽ 3,000 രൂപയുടെ കുറഞ്ഞേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാനിത് അടുത്ത് പിടിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി വരുന്നുണ്ട്, താഴേക്ക് പിടിക്കുമ്പോൾ ഈ ഒരു ഓഡിയോ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഓഡിയോ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.